പൂർണ്ണത്രേശാശരണം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പരദേവതാ പ്രീതിയെക്കുറിച്ച് ഇതിനു മുമ്പേ 2 വീഡിയോകളിൽ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിലും തന്നെ കുറേ കാര്യങ്ങളും സംശയങ്ങളും ആൾക്കാർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അത് ക്ലാരിഫൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഭൗതിക ശരീരം, സൂക്ഷ്മ ശരീരവും മനസ്സും ആത്മാവാണ്. ഈ മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യം ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചറൈസേഷൻ ആകുമ്പോഴാണ് മനസ്സ് ഉൾക്കൊള്ളുക. അത് നമ്മുടെ ബുദ്ധിയിലേക്ക് കൊടുക്കുകയും അത് നമ്മുടെ ആത്മാവിലേക്ക് കൊടുക്കുക എന്ന് പറയണം. ആ വിഷ്വലൈസേഷൻ എനർജിയാണ്. അപ്പോൾ ആത്മാവിൽ നിന്ന് വരുന്ന ആ ഊർജം നമ്മുടെ സൂക്ഷ്മമായ ശരീരത്തിൻ്റെ ചൈതന്യം കൂട്ടുകയും നമ്മുടെ ശരീരം ഓക്കെ ആവും, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ബാലൻസ് സ്റ്റേറ്റ് എപ്പോഴും ഉണ്ടാവും എന്നാണ് പറയുന്നത്. നല്ലതായിട്ടുള്ളതും മോശമായിട്ടുള്ള ഏതൊരു എനർജിയും നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്നത് തീർച്ചയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തിരിക്കുന്ന ഊർജ സ്രോതസ്സ്, നമ്മളിതിനു മുമ്പേ പറഞ്ഞു, നമ്മുടെ പൂർവികരായിട്ട് വന്ന ആൾക്കാർ ഉപാസിച്ച ഒരു എനർജി ഉണ്ടാവും. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളായിട്ട് എപ്പോഴും സിങ്കായിട്ടൊരു ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ച വിളിപ്പുറത്തും നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിന് യോജിച്ചുള്ള ഒരു എനർജി ആയിരിക്കും പണ്ടുള്ള ആൾക്കാർ കാണുകയും അതിനെ ഉപാസിച്ച് വന്നതും. പലവർക്കും ഓരോ ഉപാസനാമൂർത്തികൾക്ക് പല ആവശ്യങ്ങളുണ്ടായിരിക്കാം. അതൊക്കെ എക്സെപ്ഷൻ കേസ്, അതിനെക്കുറിച്ച് ഞാൻ പറയണില്ല. പക്ഷെ ആ ഉപാസിച്ച് വന്നൊരു എനർജി, അതിൻ്റെ ഒരു വേവ് ലെങ്ത്ത്, അതിൻ്റെ ഒരു ഉപാസനാ രീതി, അതൊരു ചൈതന്യമായിട്ടുള്ള നമുക്കുള്ളൊരു സിങ്ക്, അത് ഓൾറെഡി മാച്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ വ്യതിചലിച്ച് വേറെ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് വേറെ ഒരു കാര്യം. ഉപാസനയുടെ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ അതൊക്കെ മറികടക്കാനും പറ്റും. അത് സാധാരണ സ്ഥിതിക്കാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ എനർജി ആയിട്ടുള്ള നമുക്കുള്ള സിങ്കിനെ നമ്മൾ എത്രത്തോളം സ്റ്റിമുലേറ്റ് ചെയ്യും അത്രത്തോളം നമ്മുടെ ഊർജം കൂടും എന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു രീതി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ 2024 മുതൽ 2027-28 കാലഘട്ടം വരെ മൊത്തത്തിലൊരു മോശമുള്ള സമയമാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കലഹങ്ങളും മഹായുദ്ധങ്ങൾ വരെ സംഭവിച്ചു പോകാം.